വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ച് എന്നാൽ ഈസി ആയിട്ട് മുട്ടക്കറി ഉണ്ടാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു ഈസി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക, മിക്സ് ചെയ്യുക, നമ്മുടെ മുട്ട ഇട്ട് കൊടുത്ത് പുഴുങ്ങിയെടുക്കണം. ഞാനിവിടെ 6 മുട്ട എടുത്തിരിക്കുന്നത് കേട്ടോ. മുട്ട പുഴുങ്ങാൻ വെക്കുമ്പോൾ അതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മുട്ട പൊട്ടാതിരിക്കും കേട്ടോ. അത് ചൂടായതിനു ശേഷമല്ല ഇടേണ്ടത്. ആദ്യം വെള്ളത്തിലേക്ക് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മുട്ട ഇടുക, അത് പുഴുങ്ങിയെടുക്കുക. 10 മിനിറ്റ് വരെ പുഴുങ്ങിയെടുത്താൽ മതിയാവും. അതിനുശേഷം നല്ല തണുത്ത വെള്ളത്തിലിട്ട് ഈ മുട്ട നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. മുട്ടയുടെ ചൂടൊക്കെ മാറി വരുമ്പോൾ അതിനുശേഷം മാത്രം മുട്ടയുടെ തോട് മാറ്റി പൊളിച്ചെടുക്കാവേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മുട്ട പൊട്ടിപ്പോകാതെ അതിൻ്റെ തോട് മാത്രമായിട്ട് നല്ല ക്ലീൻ ആയിട്ട് മാറി കിട്ടും. ഇനി ഒരു കുക്കർ വെച്ച് അതിലേക്ക് ഞാൻ 6 സവാള എടുത്തിട്ടുണ്ട്. 6 മീഡിയം സൈസിലെ സവാള കേട്ടോ. അപ്പൊ നിങ്ങൾ എടുക്കുന്ന മുട്ടയ്ക്കനുസരിച്ച് വേണം സവാളയുടെ അളവ് തീരുമാനിക്കാനായിട്ട്. ഇനി അതിലേക്ക് 3 വലിയ പച്ചമുളകും 3 വലിയ തക്കാളിയും ആവശ്യത്തിന് ഉപ്പും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് കൈ കൊണ്ട് നന്നായിട്ട് ഞെവിടി നല്ല അതിന്റെ നീരിറങ്ങുന്നത് വരെ മിക്സ് ചെയ്തെടുക്കണം. ഈ ഉപ്പും സവാളയുടെ നീരും ഒക്കെ കൊണ്ട് തന്നെ ഈ സവാളയൊന്ന് വാടി വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഞെവിടി മിക്സ് ചെയ്ത് അതിന്റെ നീരിറക്കാനായിട്ട് പറയുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. കൂടി പോവുകയും കുറഞ്ഞു പോവുകയും ചെയ്യരുത്. കുറഞ്ഞു പോയി കഴിഞ്ഞാൽ കുക്കറിന്റെ അടിയിൽ പിടിക്കും, കൂടി പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഗ്രേവി ഒരുപാട് നീണ്ടുപോകും. ഇനി ഇതൊരു 6 മുതൽ 8 വിസിൽ വരെ ലോ മീഡിയം ഫ്ലെയിമിൽ അടിച്ചെടുക്കണേ. ആ നേരത്തിന് വെളുത്തുള്ളി ചതച്ചെടുക്കണം. ഞാനിവിടെ 1/4 കപ്പ് വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഉള്ളി, മുട്ട എന്നൊക്കെ പറയുന്നത് ചിലർക്ക് ഗ്യാസ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും എടുക്കണം. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം എടുത്താൽ മതി. അപ്പോൾ നേരത്തെ കുക്കറിൽ വേവിക്കാൻ വെച്ചിരുന്ന ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. എണ്ണ ഒട്ടും ഇല്ലാതെ തന്നെ അത് നല്ല രീതിയിൽ വാടി വന്നിട്ടുണ്ട്. ഇനി ഒരു ചുവട് കെട്ടിയുള്ള ചീനച്ചട്ടിയോ എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മാത്രം വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കടുക്, പെരിഞ്ചീരകം, പട്ട, 1 ഏലക്ക, 1 ഗ്രാമ്പു ഇത്രയിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഇനി നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരുന്ന ഉള്ളി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് എക്സ്ട്രാ ഉള്ള വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതിന്റെ പച്ചമണം മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് അതിന്റെയും പച്ചമണം മാറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് പൊടികളുടെ പച്ചമണം ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളം ഒഴിക്കാതെ തന്നെ മാറ്റിയെടുക്കണം. അതിനുശേഷം 2.5 കപ്പ് ചൂടുവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. ഗ്രേവിക്ക് ആവശ്യമായിട്ട് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് ഒഴിക്കുക. ചൂടുവെള്ളം മാത്രം ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ കറി നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് റൂം ടെമ്പറേച്ചറിലാവുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ ഒന്ന് തിക്കാവും. അപ്പോൾ അത് നോക്കി വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം കേട്ടോ. ഇനി ഇതിലേക്ക് ഉപ്പ്, എരിയൊക്കെ ആവശ്യമുണ്ടോ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എരി കുറവാണെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇനി ഈ ഗ്രേവി നന്നായിട്ട് തിളച്ചതിന് ശേഷം ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മുട്ട രണ്ടായി പോകാതെ ഈ കറി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഇത് നന്നായിട്ട് ലോ മീഡിയം ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കണം. നമ്മൾ കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചുണ്ടാക്കിയ കറി ആയതുകൊണ്ടാണ് ലേശം മാത്രം എണ്ണ തെളിഞ്ഞു വന്നത്. ഈ ഒരു പരുവെത്തുമ്പോൾ നമുക്ക് നിർത്താം. എന്നുവെച്ചാൽ ഇത് ഇനിയും നമ്മൾ കുക്ക് ചെയ്താൽ ഗ്രേവി തിക്കായി കൊണ്ടിരിക്കും റൂം ടെമ്പറേച്ചറിലേക്ക് വരുമ്പോൾ. അവസാനം മല്ലിയില അരിഞ്ഞതോ അല്ലെങ്കിൽ ഫ്രഷ് കറിവേപ്പില ഇടാം. ഇത് രണ്ടും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത് കേട്ടോ. എണ്ണ ഒട്ടും ഇല്ലാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഈ മുട്ടക്കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം, പുട്ട്, ദോശ എന്ന് വേണ്ട സകല നമ്മുടെ പലഹാരത്തിൻ്റെയും കൂടെ നന്നായിട്ട് പോകുന്നൊരു കോംബോ ആണിത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാം. ചാനൽ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നതുവരെ ബൈ.